മലയാളിക്ക് കുറച്ചുനാൾ മുമ്പ് വരെ ഒരു മാന്യതയൊക്കെ ഉണ്ടായിരുന്നു. ആ മാന്യതയുടെ മുഖം മൂടി പലപ്പോഴും അഴിഞ്ഞു വീഴുന്നുണ്ട്. മരണത്തിൽ പോലും ഒരു മനുഷ്യനെ പരിഹസിക്കാൻ മലയാളി മടിക്കുന്നില്ല. ലജ്ജ തോന്നുന്നു. രാഷ്ട്രീയവും മതവും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പോലെയല്ല ഒരാൾ മരിച്ചു കഴിയുമ്പോൾ. കഴിഞ്ഞ ദിവസം അന്തരിച്ച സഖാവ് VS അച്യുതാനന്ദനെ പരിഹസിച്ച് നിരവധി പോസ്റ്റുകൾ വരികയാണ്. അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്ന പോസ്റ്റുകളിൽ അധികവും. ആദ്യം VSനെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത് ഒരു അധ്യാപകനാണ്. VSനെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട അധ്യാപകനെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുവനന്തപുരം നഗരൂർ സ്വദേശിയായ അനൂപിനെയാണ് നഗരൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HSS വിഭാഗം അധ്യാപകനാണ്. പട്ടികൾ ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല എന്നായിരുന്നു ഇയാൾ കുറിച്ചത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അനൂപിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേഷ്ടാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ KR രംഗത്തെത്തിയിരുന്നു. വെറുപ്പ് മലയാളി മനസ്സുകളെ എത്രമാത്രം കീഴ്പ്പെടുത്തുന്നു എന്നതിന് നിമിഷ കേസിന് ശേഷം മറ്റൊരു ഉദാഹരണമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകുന്നത് എന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെ VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. VSന്റെ പേരെടുത്ത് പറയാതെയുള്ള അനൂപിന്റെ വെറുപ്പ് നിറഞ്ഞ സ്റ്റാറ്റസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. പലരും അനൂപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് രണ്ടാമത്തെ പോസ്റ്റ് ഇട്ടത് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയം അമ്പലത്തിന്റെ മകനാണ്. യാസിൻ അഹമ്മദിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. DYFI നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പിന്നീട് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി VS കേരളം ഇസ്ലാമിക രാജ്യമാകാൻ കാത്തു നിൽക്കാതെ പടമായി എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ശ്വാസമുണ്ടെങ്കിലും ശ്വാസം നിലച്ചാലും വർഗീയവാദി തന്നെയാണ് എന്നും ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ മൂന്നാമത്തെ അധിക്ഷേപ പോസ്റ്റ് ഇട്ടത് എറണാകുളം ഏലൂരിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകയായ വൃന്ദ വിമിയാണ്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. DYFI നേതാവ് തന്നെയാണ് അവിടെ പരാതി കൊടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കുടുംബത്തെയും VS ദ്രോഹിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ മറക്കരുത് എന്ന ആശയത്തിലായിരുന്നു അവരുടെ പോസ്റ്റ്. ഇതിൽ VSനെതിരെ അധിക്ഷേപ പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെതിരെ വിദ്വേഷ പരാമർശം നടത്തി എന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും ജലീൽ പുനലൂർ എന്ന ആൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. വിലാപയാത്ര നടക്കുന്ന സമയത്ത് പോലും ക്രൂരമായി ആക്രമിക്കുന്നു എന്ന് കാണിച്ചു മുബാറക് റാവുത്തർ, ആബിദ് അടിവാരം, അഹമ്മദ് കബീർ കുന്നംകുളം തുടങ്ങിയവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. VS മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് അധിക്ഷേപകരമായ കമന്റുകളും പോസ്റ്റുകളും വന്നിരുന്നു. ഇതിനെതിരെയാണ് പരാതി. കേരളത്തിലെ കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും സമര പോരാട്ടത്തിന്റെ അധ്യായങ്ങൾ എഴുതി ചേർത്ത കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ VS എന്ന സമരനായകൻ അദ്ദേഹം വാക്കുകളിലൂടെ ഇവിടങ്ങളിലുള്ള ജനങ്ങളുടെ മനസ്സുകളിലൂടെ ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും. നിറയെ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് ആ സമരനായകൻ ഇപ്പോൾ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഓരോരുത്തരും. നാടിന്റെ നമുക്കറിയാം, ആ വിലാപയാത്ര കാണുമ്പോൾ നാടിന്റെ മുഴുവൻ ഹൃദയവും കവർന്നെടുത്തിട്ടാണ് അദ്ദേഹം വീഥികളിലൂടെ വിലാപയാത്രയായി കടന്നു പോകുന്നത്. പതിറ്റാണ്ടുകളോളം VS തൻ്റെ പ്രവർത്തന മേഖലയാക്കിയ സെക്രട്ടേറിയറ്റും നിയമസഭയും ഒക്കെ മണിക്കൂറുകൾ എടുത്താണ് പിന്നിട്ടത്. 8 മണിക്കൂറുകൾ കൊണ്ട് വെറും 20 കിലോമീറ്റർ മാത്രമാണ് VSന്റെ വിലാപയാത്ര വഹിക്കുന്ന വാഹനം പിന്നിട്ടത്. തൊഴിലാളികൾ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെയുള്ള കേരളത്തിന്റെ ആ ഒരു ജനങ്ങളുടെ പിന്തുണയാണ്, ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം അദ്ദേഹം സഖാവ് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു ഈ വിലാപയാത്രയിലെ പല ദൃശ്യങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.